40 വർഷം 40 வருடம் രാജാവാകാൻ വേണ്ടി പോരാടി. രാജാവാകുമ്പടിക്ക് പോരാടന. മോശ ആഗ്രഹിച്ചത്, മോശെ ആശയപ്പെട്ടത് ഫറവോന്റെ സിംഹാസനത്തിൽ ഇരിക്കാനാണ്. പാർവോനുடைய സിംഹാസനത്തിൽ ഇരിക്കുമ്പടി അവൻ വിരുമ്പിനാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരിക്കലും ദൈവവേല ചെയ്യാൻ ഇഷ്ടപ്പെട്ടില്ല. ഒരുപോലും ദേവനുடைய ஊழியத்தை செய்ய அவர் விரும்பவே இல்லை. അവൻ ഒരു ലീഡർ ആകാൻ ആഗ്രഹിച്ചില്ല. அவர் ஒரு தலைவராய் மாற விருப்பப்படல. യോസേപ്പ് ഒരിക്കലും രാജാവാകാൻ ആഗ്രഹിച്ചില്ല. ഒരുപോലും രാജാവാകുമ്പടി അവർ വിരുമ്പല. പ്രധാനമന്ത്രിയാകാൻ ആഗ്രഹിച്ചില്ല. അവർ പ്രഥമ മന്ത്രി ആവதற்கு അവർ വിരുമ്പല. അവൻ ഒരു ഇടയനാകാനാണ് ആഗ്രഹിച്ചത്. യോസേപ്പ് ഒരു മേയ്പ്പനാകാൻ വിരുമ്പിനാർ. ഇന്ന് പകൽ ഒരു ദൂത് ഞാൻ പറയാം. இந்த பகல் வேளையில ஒரு தேவனுடைய வார்த்தையை நான் உங்களுக்கு சொல்றேன். നിന്റെ പ്ലാൻ അല്ല ദൈവത്തിന്റെ പ്ലാൻ. ദൈവത്തിന്റെ പ്ലാൻ വ്യത്യസ്തമാണ്. അത് ഡിഫറന്റ് ആണ്. உன்னுடைய திட்டம் அல்ல தேவனுடைய திட்டம். தேவனுடைய திட்டமானது அது வித்தியாசமானது. அது மேலானது. കരങ്ങളെ അടിച്ചു പറ. കരങ്ങളെ തട്ടി சொல்லுங்க. ആരുടെ മേലേക്ക് ദൈവ സാന്നിധ്യം ഇറങ്ങി വരുന്നു. தேவனுடைய பிரசன்னம் இறங்கி வருகிறது. ഇടയനാകാൻ ആഗ്രഹിച്ച ജോസഫ് മേയ്പ്പനാക വിരുമ്പുന്ന യോസേപ്പ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. മിസ്രൈമിലെ പ്രധാനമന്ത്രിയായി. എഗിപ്തിലെ അവർ മുതൽ മുഖ്യമന്ത്രിയാക മാറുகிறார். പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മിസ്രൈമിൽ രാജാവാകാൻ ആഗ്രഹിച്ച മോശ എഗിപ്തിലെ രാജാവായി മാറുമ്പടി വിരുമ്പിന മോശെ ഇസ്രായേലിലെ ലീഡറായി മാറി. ഇസ്രായേലിലെ അവർ പെരിയ തലവരായി മാറിനാർ. കരങ്ങളെ അടിച്ചു ദൈവത്തിന് സ്തോത്രം ചെയ്താൽ. കരങ്ങളെ തട്ടി ദൈവനെ മഹിമപ്പെടുത്തുക. ഹല്ലേലൂയ. 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 മനസ്സിലായവർ ആമേൻ പറഞ്ഞേ. புரிந்தவர்கள் ஆமென் சொல்லுங்க. പ്രൈസ് ദി ലോർഡ്. ജോസഫ് ആഗ്രഹിച്ച എന്താണ്? யோசேப்பு எதை விரும்பினாரு? അപ്പന്റെ കൂടെ എന്നും ഒരു ഇടയനായി ജീവിക്കാൻ ആഗ്രഹിച്ചു. தகப்பனோட கூட எப்போதும் ஒரு மேய்ப்பனா இருக்க வேண்டும் என்று விரும்பினார். ദൈവം ജോസഫിനോട് പറഞ്ഞു, ஆண்டவர் யோசேப்போட சொன்னார், നോ, നിന്നെ കുറിച്ചുള്ള വിളി இல்ல, உன்னை குறித்திருக்கிற என்னுடைய அழைப்பு നീ ഇടയനായി ഇരിക്കാനല്ല, நீ ஒரு மேய்ப்பனா இருக்கல்ல, നീ മിസ്രൈമിൽ പോയി മന്ത്രിയായി ഇരിക്കാൻ വേണ്ടി, நீ எகிப்தில போய் ஒரு மந்திரியா இருப்பதற்காக நான் உன்னை அழைத்திருக்கிறேன். ஹல்லேலூயா. മോശം അമേനെ 40 വർഷം രാജാവാകാൻ വേണ്ടി അഭ്യസിച്ചു. മോശെ എഗിപ്തിലെ 40 வருடங்களாக ராஜாவாய் மாறணும்னு சொல்லி விரும்பினார். അവൻ സകല അടവുകളും പഠിച്ചു. அதற்காக எந்தெந்த கலைகளை கற்றுக்கொள்ளணுமோ எல்லாவற்றையும் கற்றுக்கொண்டார். ഒരു രാജാവിന് വേണ്ടിയിട്ടുള്ളത് അതെല്ലാം അവൻ കരസ്ഥമാക്കി. ஒரு ராஜாவா மாறுவதற்கு என்னென்ன திறமைகள் வேணுமோ எல்லாவற்றையும் அவர் பெற்றுக்கொண்டார். പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടത്തെ ഒരു മിസ്രൈമിനെ കൊന്നതുകൊണ്ട്, அவர் அந்த இடத்துல ஒரு எகிப்தியனை கொண்டதுனால, ഒറ്റ അടിക്ക് മരിക്കണമെങ്കിൽ அவன் ഒരേ അടിയിல സാകണം அப்படின்னா അത്രയ്ക്ക് മർമ്മം അറിയാവുന്ന ഒരുത്തനായിരുന്നു. അത്തനയ്ക്ക് മർമ്മ കല അറിந்தவர் இந்த മോശെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. 40 വർഷം മരുഭൂമിയിലെ, 40 வருடம் വനാന്തരത്തുക്കുള്ള, ടോട്ടലി 80 വർഷം, മൊത്തം 80 வருடங்கள். ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിന് പ്രവർത്തിക്കാൻ, ஆகவே தேவனுக்கு கிரியை செய்ய 80ാമത്തെ വയസ്സായാലും മതി. 80 வயதா இருந்தாலும் போதும் அவருக்கு. ഹല്ലേലൂയ. ഹല്ലേലൂയ. 80ാമത്തെ വയസ്സില്, 80வது വയതിல മോശെ ഒരു തീ കാണുകയാണ്. ஒரு அக்கினியை பார்க்கிறாரு. അപ്പൊ 80 വയസ്സ് വരെ ഇവൻ തീ കണ്ടിട്ടില്ല. அப்ப 80 வயது வரைக்கும் இப்படிப்பட்ட ஒரு அக்கினி அவர் பார்க்கல. ഇവൻ ദൈവ സാന്നിധ്യം അനുഭവിച്ചിട്ടില്ല. இவர் தேவனுடைய பிரசன்னத்தை அனுபவிக்கல. ദൈവ സാന്നിധ്യം കണ്ടില്ല. தேவ பிரசன்னத்தை அவர் பார்க்கல. ദൈവ സാന്നിധ്യം കാണാൻ 80 വർഷം കാത്തിരിക്കേണ്ടി വന്നു. தேவனுடைய பிரசன்னத்தை பார்க்க 80 வருடங்கள் காத்திருந்தார். ഹല്ലേലൂയ. 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 പഴയ നിയമകാലത്ത്, പഴയ ഏർപ്പാട്ട് കാലഘട്ടത്തിൽ മോശ 80 വർഷമായിട്ട് കാത്തിരുന്നു. മോശെ 80 வருடங்களாய் കാത്തിരുந்தார். പുതിയ നിയമത്തിൽ, പുതിയ ഏർപ്പാട്ട് കാലഘട്ടത്തിൽ, നിനക്ക് എത്ര വയസ്സുണ്ടോ, ഉനക്ക് എത്ര വയതാ இருந்தாலும், എത്ര വയസ്സുണ്ടോ, എത്ര വയത് ഉണ്ടോ, അത്രയും വർഷം, അത്തனை வருடங்களா ദൈവം നിനക്കായി കാത്തിരിക്കുന്നു. தேவன் உனக்காக காத்திருக்கிறார். കരങ്ങളെ ശക്തിയോടെ തട്ടി ബലത്തോടെ കർത്തരെ മഹിമപ്പെടുത്തുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ, പഴയ ഏർപ്പാട്ടിലെ മനുഷ്യൻ ദൈവ സാന്നിധ്യത്തിന് വേണ്ടി കാത്തിരുന്നു. தேவ பிரசன்னத்துக்காய் காத்திருந்தான். പുതിയ നിയമത്തിൽ, പുതിയ ഏർപ്പാട്ടിലെ ദൈവ സാന്നിധ്യം അയക്കുവാൻ, தேவ பிரசன்னத்தை அனுப்பும்படிக்கு നിനക്കായി ദൈവം കാത്തിരിക്കുന്നു. உனக்காய் கர்த்தர் காத்திருக்கிறார். നീ ഇപ്പോൾ റെഡി ആണെങ്കിൽ, நீ இப்பொழுது அதற்கு ஆயத்தம் என்றால், ഒരു മഴ പെയ്യുന്നത് പോലെ, ஒரு மழை பொழிவதை போல ദൈവ സാന്നിധ്യം ഇവിടെ പെയ്തിറങ്ങാൻ പോവാ. தேவனுடைய பிரசன்னம் இந்த இடத்துல பெய்து இறங்க போகிறது. എത്ര പേർ തയ്യാറാണ്? எத்தனை பேர் ஆயத்தமா இருக்கீங்க? കരങ്ങളെ ശക്തിയോടെ അടിക്കുക. கரங்களை ബലത്തോടെ തട്ടി. പോരല്ലോ போதாது. അഭിഷേകത്തോടെ അന്യഭാഷ പറഞ്ഞേ. അഭിഷേകത്തോട് അന്യഭാഷകളെ പേശി പറഞ്ഞേ, ഞാൻ റെഡിയാണെന്ന് പറ. சொல்லுங்க, நான் ஆயத்தாண்டவரே. I am ready. நான் ஆயத்தம். I am ready. நான் ஆயத்தம். I am ready. நான் ஆயத்தம்.